അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട നാളുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ കാലം, ഒരു പുലർക്കാലം, ഒരു നല്ല ദിവസങ്ങൾ ഒക്കെയും ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കാൻ നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നമ്മളെ ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്ന വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഈ ആഴ്ചയത്തിലെ പാഠപഠനത്തിന് മുമ്പായി നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കരുണയോടെ അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ നല്ല സുദൃഢത്തിലായ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവെ അടിയങ്ങളുടെ ആയുസ് ഓരോ ദിവസവും നീട്ടി തരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അവിടുത്തെ ചിറകൻ മറവിൽ അടിയങ്ങളെ മറിച്ച് കർത്താവെ അവിടുന്ന് കൈപിടിച്ച് വഴി നിർത്തുന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. അടിയങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച. അടിയങ്ങൾക്ക് സർവ്വ സംരക്ഷണയും തന്ന് കർത്താവെ സ്തോത്രം അവിടുത്തെ കരങ്ങളിൽ വഹിക്കുന്നതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് ഇത്രത്തോളം ചെയ്തു തന്ന വൻകൃപകൾക്കെല്ലാം നന്ദിയോടെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം. തുടർന്നും അങ്ങയുടെ സന്ധ്യയിൽ കർത്താവെ നന്ദിയുള്ളവരായി ജീവിപ്പാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഈ ആഴ്ചത്തെ പാഠം പഠിക്കുവാൻ പോകുന്ന പച്ച അവിടുത്തെ തിരുസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും അടിയൻ്റെ കഴിവല്ല പച്ച സ്തോത്രം. അവിടുന്ന് തരുന്ന ദാനമെന്ന് കർത്താവെ സ്തോത്രം അടിയൻ കരുതുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. അടിയനിലൂടെ അവിടുന്ന് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് യാചിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് പാഠം പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനൊരു മാധ്യമം മാത്രം പച്ച സ്തോത്രം. അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സർവ്വവും ഞങ്ങൾക്ക് ജീവൻ വെടിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന പച്ച കൃപയോടെ കേട്ട് ഉത്തരമള്ളുമാറാകണമേ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആഴ്ച നമുക്ക് പഠിക്കുവാനുള്ളത് 12ാമത്തെ പാഠമാണ് സ്നേഹവും നീതിയും, ഏറ്റവും വലിയ 2 കൽപ്പനകൾ. ഈ ആഴ്ചത്തെ മനപ്പാഠവാക്യം: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 4:20 വാക്യം. ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. 1 യോഹന്നാൻ 4:20 വാക്യം. ശനിയാഴ്ചത്തെ പാഠഭാഗമായ ആമുഖത്തിലേക്ക് കടക്കുമ്പോൾ പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ പരിമിതികൾ കാരണം ഇപ്പോൾ ഇല്ലായ്മ ചെയ്യപ്പെടാത്ത അനേകം അന്യായങ്ങളും തിന്മകളും അനീതികളും നമുക്ക് ചുറ്റിലുമുണ്ട്. ഏത് തരത്തിലുമുള്ള കഷ്ടതകളും തിന്മയും നാം നേരിടുമ്പോഴും അവയെ കുറയ്ക്കുവാൻ നമ്മളിലെ നന്മയും നീതിയും സ്നേഹവും സഹായകമാകുന്നതാണ്. അതായത് നാം പലതരം കഷ്ടതകളിലൂടെയും ഭയങ്ങളിലൂടെയും ഭീതികളിലൂടെയും തിന്മകളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകും. എങ്കിലും അവയുടെ കാഠിന്യം അല്ലെങ്കിൽ ഗാഢത കുറയ്ക്കുവാനായി നമ്മളിലുള്ള നന്മയും നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ സഹായകമാകുന്നതാണ്. വിശുദ്ധ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ അതിൽ വ്യക്തമാക്കപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. സ്നേഹവും നീതിയും ഒരുമിച്ച് പോകുന്നു എന്നതാണ് ആ വസ്തുത. ദൈവം നീതിയെ സ്നേഹിക്കുന്നു. അതിനാൽ തന്നെ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീതിയെയും സ്നേഹിക്കേണ്ടതാകുന്നു. ചുരുക്കി പറഞ്ഞാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം നന്മയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം പരസ്പരം അന്യോന്യം സ്നേഹിക്കുകയും വേണം. നാം പരസ്പരം സ്നേഹിക്കുക എന്നാൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ സുഖക്ഷേമങ്ങൾക്കായുള്ള കരുതൽ പങ്കിടുക എന്നതും കൂടി അർത്ഥമാക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരിൽ ദാരിദ്ര്യമോ ഏതെങ്കിലും വിധത്തിലുള്ള അനീതിയോ ബാധിക്കുമ്പോൾ നാം കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ പാടില്ല. നമുക്കറിയാം, ഈ ലോകം ദുഷ്ടതയാൽ നിറഞ്ഞും തകർന്നും കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സാഹചര്യത്തിലാണ് നാം ദൈവത്തിൻ്റെ നീതിയുടെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമ്പൂർണ്ണ സ്വഭാവം പ്രതിഫലിപ്പിക്കേണ്ടത്. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം. ക്രിസ്തുവിലുള്ള ഭാവം ഏതായിരുന്നു? സ്നേഹത്തിൻ്റെ ഭാവം, നീതിയുടെ ഭാവം, നീതിയുടെയും ന്യായത്തിൻ്റെയും ഭാവം. ഇതൊക്കെയായിരുന്നു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത്. ഈ ഭാവമാണ്, ക്രിസ്തുവിലുള്ള ഭാവമാണ് നാം ഇവിടെ പ്രതിഫലിപ്പിക്കേണ്ടത്. അതിനായി നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് ഈ ആഴ്ചത്തെ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാം. ഈ പാഠത്തിന് ആധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു. ഗുരു, ന്യായപ്രമാണത്തിൽ ഏതു കൽപ്പന വലിയത് എന്ന് ചോദിച്ചു.
യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് യേശു ആ ന്യായശാസ്ത്രിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തൻ്റെ സ്വന്തം വിരലുകളാൽ തൻ്റെ ജനത്തിനു വേണ്ടി എഴുതിയതായ 10 കൽപ്പനകളെ നമുക്ക് കാണാം. യേശുവിന് ചുറ്റും കൂടി വന്നിരുന്നതായ സദൂക്യർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെയും ഈ 10 കൽപ്പനകൾ അല്ലെങ്കിൽ ന്യായപ്രമാണം അറിയാം. എങ്കിലും അവർ യേശുവിനെ പരീക്ഷിക്കുവാനായി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന്. അപ്പോൾ 10 കൽപ്പനയുണ്ട്, 10 കൽപ്പനയിൽ ഏത് കൽപ്പനയാണ് വലിയത് എന്ന്. ഇവരുടെ മനസ്സിലിരിപ്പും ചോദ്യവും ഒക്കെ മുന്നമേ തന്നെ അറിഞ്ഞിരുന്ന യേശു അവരുടെ ചോദ്യത്തിന് തക്കതായ മറുപടി കൊടുക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അതായത് ന്യായപ്രമാണ കൽപ്പനകളെ ദൈവം 2 കൽപ്പനകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ഉത്തരം നൽകിയെന്ന് നമുക്ക് കാണാം. 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 എണ്ണം ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കുന്നു. കർത്താവല്ലാതെ യഹോവയല്ലാതെയുള്ള അന്യ ദൈവങ്ങളെ ആരാധിക്കാതെ, ഒരു വിഗ്രഹത്തെയും നമസ്കരിക്കാതെ, യഹോവയെ അല്ലാതെ മറ്റൊന്നിനെയും അധികമായി സ്നേഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ, ദൈവത്തിൻ്റെ നാമം വൃഥാ പറയാതെ, ദൈവത്തെ ചേർത്ത് സത്യം ചെയ്യാതെ, അവിടുത്തെ നാമവും വിശുദ്ധ ദിവസവും അതിവിശുദ്ധമായി ആചരിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അർത്ഥമാക്കുന്നു. ഈ 4 കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ എപ്രകാരം സ്നേഹിക്കണമെന്ന വിധം വ്യക്തമാക്കുന്നു. ദൈവത്തെ ആരാധിക്കേണ്ട രീതി ഈ കൽപ്പനകളിൽ തെളിഞ്ഞു കാണുന്നു. ഇവയെയാണ് യേശുക്രിസ്തു ഒരു കൽപ്പനാ രൂപത്തിലാക്കിക്കൊണ്ട് വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന എന്ന് വിശേഷിപ്പിച്ചത്. പിന്നീട് രണ്ടാമത്തേത് അതിനോട് സമം എന്ന് പറഞ്ഞ് തുടർന്നുകൊണ്ടേയിരിക്കുക. അതായത് യേശു മറുപടി തുടർന്നു. രണ്ടാമത്തേത് ഒന്നാമത്തേതിനോട് തുല്യമായത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൽപ്പനയും കർത്താവായ യേശുക്രിസ്തു അവിടെ വ്യക്തമാക്കുന്നു. ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളിൽ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനും തമ്മിൽ സ്നേഹിക്കേണ്ടതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് നൽകുന്നു. ആദ്യമായി നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. മറ്റുള്ളവരോട് അരുതാത്തത് പറയരുത്, ചെയ്യരുത്. അപ്രകാരമെങ്കിൽ അത് കൊല ചെയ്യുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരോട് നാം അരുതാത്തത് പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവരെ കൊല ചെയ്യുന്നതിന് തുല്യമാണ്. മറ്റുള്ളവരോട് മോഹിപ്പിക്കും വിധം പെരുമാറരുത്, അത് വ്യഭിചാരത്തിന് തുല്യമാണ്. മോഷ്ടിക്കരുത്, മറ്റുള്ളവരുടെ യാതൊന്നും ആഗ്രഹിക്കരുത്. മറ്റുള്ളവരോട് നാം കള്ളസാക്ഷ്യം, പ്രത്യേകിച്ച് നാം കണ്ടറിഞ്ഞതും അറിവുള്ളതും മാത്രമേ പറയാവുള്ളൂ. പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞവ നാം പങ്കുവയ്ക്കുക എന്നിങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ടവയെ കർത്താവായ യേശുക്രിസ്തു വലിയതും രണ്ടാമത്തേതും ഒന്നാമത്തേതിനോട് സമവുമായ 2-ാം കൽപ്പനയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. എന്നിട്ട് മറ്റൊരു പ്രത്യേക കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന്. അതായത് ഈ കൽപ്പനകളൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നില്ല, ഒന്നിനോട് അനുപൂരകമായി ചേർന്ന് നിൽക്കുന്നു എന്നർത്ഥം. 2ഉം കൂടി വന്നുവെങ്കിൽ മാത്രമേ കൽപ്പനകൾ പൂർണ്ണമാകുന്നുള്ളൂ എന്നർത്ഥം. ഈ പരീശനായ വൈദ്യൻ്റെ ചോദ്യവും യേശുവിൻ്റെ ഉത്തരവും ഉൾക്കൊള്ളുന്ന ഈ വാക്യങ്ങളോട് സമമാണ് എന്ന് പരിഗണിക്കാവുന്ന മറ്റൊരു വേദഭാഗം കൂടി നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനെയുള്ളൂ, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്നവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു.
യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പം ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ആ യൗവനക്കാരൻ പറയുന്നത് അവൻ കൽപ്പനകളൊക്കെ പ്രമാണിച്ചു വരുന്നുണ്ട്. ഈ യേശുക്രിസ്തു പറഞ്ഞതായ 1-ാം കൽപ്പനകളും 2-ാം കൽപ്പനകളും സകലവും അവൻ പ്രമാണിച്ചു വരുന്നുണ്ട്. എങ്കിലും അവനിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് അവനൊരു സംശയം തോന്നി. ആ സംശയം അവിടെ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഇനി കുറവുള്ളത് എന്ത് എന്ന്. അപ്പോൾ യേശു അവന് കൊടുത്ത മറുപടി ഇതാണ്, സൽഗുണപൂർണനാകുവാൻ നിനക്കുള്ള സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ പരിഹാര മാർഗം കേട്ടിട്ട് യൗവനക്കാരന് ദുഃഖം തോന്നി. കാരണം താൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായ സ്വത്ത് ദരിദ്രർക്ക് കൊടുക്കണം എന്ന് അത് അയാൾക്കൊരിക്കലും ചിന്തിക്കുവാൻ പോലും അല്ലെങ്കിൽ അയാൾക്ക് ചെയ്യുവാൻ സാധിക്കാത്തതായിരുന്നു. അതിനോട് യോജിക്കുവാനോ അത് ചെയ്യുവാനോ അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ ദുഃഖിച്ച് പോയി. എല്ലാ ധനവാന്മാരുടെയും അവസ്ഥയാണിത്. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന്. അതായത് അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരിക്കലും വിട്ടുകളയാനാവാതെ മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങളെയാണ് ദൈവം ഇവിടെ നമുക്ക് മുന്നിൽ ആ യൗവനക്കാരിലൂടെ കാണിച്ചു തരുന്നത്. അതായത് ഒരുത്തിനത് ധനവാൻ അവൻ്റെ സ്വത്തിനെ വിട്ടുകളയുവാൻ പറ്റുന്നില്ല എന്ന ആ ഒരു വസ്തുതയിലൂടെ യേശു നമുക്ക് കാണിച്ചു തരുന്ന ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിട്ടുകളയുവാനാവാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില പാപങ്ങളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ യൗവനക്കാരന് അവൻ്റെ സമ്പത്ത് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തതുപോലെ നമ്മളിലും നാം മുറുകെ പിടിക്കുന്ന ചില പാപങ്ങളുണ്ട് എന്ന് യേശു നമ്മെ ഈ യൗവനക്കാരനിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കുക മാത്രമല്ല വേണ്ടത്, അതിനോടൊപ്പം നമ്മുടെ ബന്ധനങ്ങളായ വിട്ടുപിരിയാനാവാത്തതായ ദൈവഹിതത്തിന് എതിരായ ചില വസ്തുതകൾ നമ്മിലുള്ളത് നാം വിട്ടുപിരിയണം. അവയെ ഉപേക്ഷിക്കുവാൻ നാം മനസ്സ് കാട്ടുന്നില്ല എങ്കിൽ അവ ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ലോകത്തിൻ്റെ സംഗതികളെ താലോലിക്കാതെ, വ്യക്തിപരമായി ഉപേക്ഷിക്കാനുള്ളവയെ ഉപേക്ഷിക്കാതെ വീണ്ടും നാം അവയെ മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നിത്യനാശത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം നമ്മളിലെ മുറുകെ പിടിച്ചിരിക്കുന്ന പാപത്തെ തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിക്കുവാനുള്ള ഒരു നല്ല അവസരമായി ഞാനും നിങ്ങളും ഈ പാഠഭാഗത്തെ വിനിയോഗിക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഏറ്റവും വലിയ 2 കൽപ്പനകൾ നാം നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും വലിയ 2 പാപങ്ങളെ കൂടി നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഏറ്റവും വലിയ 2 കൽപ്പനകൾ എന്തൊക്കെയായിരുന്നു? ദൈവത്തോടുള്ള സ്നേഹവും അന്യോന്യമുള്ള സ്നേഹവും. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ 2 പാപങ്ങൾ അവ ഏതെന്ന് മനസ്സിലാക്കുന്നതിനായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 135-ാമത്തെ അധ്യായം, അതിൻ്റെ 13 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ. യഹോവേ, നിന്റെ നാമം ശാശ്വതമായും യഹോവേ, നിന്റെ ജ്ഞാപകം തലമുറയായും ഇരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും. അവൻ തൻ്റെ ദാസന്മാരോട് സഹതപിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, അഹരോൻ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക. ഈ വാക്യങ്ങൾ നാം വിശദമായി ഒന്ന് പഠിക്കുമ്പോൾ വിഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നു. ശാശ്വത നാമം യഹോവയുടെ മാത്രമാണെന്നും യഹോവ മാത്രമാണ് തൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുന്നതെന്നും അവിടെ വ്യക്തമാണ്. എന്നാൽ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരുടെ അന്ത്യവും അവയെപ്പോലെ ആകുന്നു. അവയിൽ ആശ്രയിക്കുന്നവനും അവയുടെ അവസ്ഥ തന്നെ ആകുന്നു എന്ന് തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. വിഗ്രഹങ്ങൾക്കെല്ലാം, അത് ഏത് വിഗ്രഹമായാലും, സ്വർഗീയ ജീവികളുടേതോ ദൈവത്തിൻ്റെ സൃഷ്ടികളുടേതോ ഒക്കെ ഏത് വിഗ്രഹമായാലും അവയ്ക്ക് കണ്ണും മൂക്കും നാവും കയ്യും കാലും ഒക്കെ ഉണ്ടാവും. എങ്കിലും അവയുടെ ധർമ്മമൊന്നും
ചെയ്യപ്പെടുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവമായ യഹോവയ്ക്ക് നമ്മെ കേൾക്കാൻ കഴിയും, നമ്മെ കാണാൻ കഴിയും, നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയും, നമ്മോട് പറയുവാൻ കഴിയും. അതിലെല്ലാം ഉപരിയായി യേശുക്രിസ്തു മരിച്ച് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റവനാണ്. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനും ഇന്നും ജീവിക്കുന്ന ഏകദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോൾ ആ ദൈവത്തെ ആരാധിക്കാതെ അതിന് വിപരീതമായി വിഗ്രഹാരാധന നടത്തുന്നതാണ് ഏറ്റവും വലിയ ഒരു പാപം. ഇനി നമുക്ക് രണ്ടാമത്തെ പാപം ഏതെന്ന് നോക്കാം. സെഖര്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നേരോടെ ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താന്താൻ്റെ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ. വിധവയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തൻ്റെ സഹോദരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതെ വണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകൻ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്ന് ഒരു മഹാകോപം വന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ വേദഭാഗത്ത് ദൈവം കുറ്റപ്പെടുത്തുന്നത് ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നതിനെയാണ്. തൻ്റെ ജനം ദൈവത്തോട് മോശമായി പെരുമാറുന്നതിനെയാണ്. ദൈവം സ്നേഹമായതിനാൽ അന്യായത്തോട് ദൈവം കോപിക്കുന്നു എന്ന് നമുക്കറിയാം. ഇതാണ് രണ്ടാമത്തെ വലിയ പാപം. ഈ 2 വലിയ പാപങ്ങളും വലിയ 2 കൽപ്പനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കൽപ്പന എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? ദൈവത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പാപമോ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ മോശമായി വേദനിപ്പിക്കുന്നതാണ്, കൽപ്പനകളെ അനുസരിക്കാത്തതാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കൽപ്പന എന്താണ് നമ്മൾ പറയുന്നത്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന്. അപ്പോൾ രണ്ടാമത്തെ പാപം പറയുന്നതോ ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമുള്ളതാക്കിക്കൊണ്ട് സഹോദരനോട് ഹൃദയം കൊണ്ട് ദയയും കരുണയും കാണിക്കാതിരിക്കുന്നതാണ്. എളിയവനെയും അനാഥനെയും പരദേശിയെയും വിധവയെയും പീഡിപ്പിക്കുന്നതാണ്. സഹോദരന് നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതാണ്. ആയതിനാൽ ഒരു കാര്യം ഇവിടെ നമുക്ക് നിസ്സംശയം പറയാം, 2 വലിയ കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ പരാജയപ്പെടുന്നവർ 2 വലിയ പാപവും ചെയ്യുന്നു എന്ന് ചുരുക്കം. ഇവിടെ നാം നമ്മുടെ മനപ്പാഠവാക്യം ഓർമ്മിക്കണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. സഹോദരനെ നാം അടുത്ത് കാണുന്നുണ്ട്, എന്നാൽ ദൈവത്തെ നാം അടുത്ത് കാണുന്നില്ല. പക്ഷേ ഓരോ ദിവസവും ഓരോ നിമിഷവും നാം ദൈവത്തെ രുചിച്ച് അനുഭവിച്ചറിയുന്നുണ്ട്. ആ കരുതലും സ്നേഹവും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവസ്നേഹവും സഹോദര സ്നേഹവും തമ്മിൽ തകർക്കാൻ കഴിയാത്ത ഒരു കൊളുത്തിനാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. ദൈവം ന്യായത്തെ സ്നേഹിക്കുകയും തിന്മയെ വെറുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നു. 82-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ഈ ലോകത്തിൽ ന്യായത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആശങ്കയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ വേദഭാഗം സമൂഹത്തിലെ അനീതിക്ക് ഉത്തരവാദികളായവരെ ചോദ്യം ചെയ്യുന്നതായി കാണുന്നു. അതായത് ഈ ലോകത്തിലെ സകല തിന്മകൾക്കും കാരണക്കാരനായ സാത്താന്യ ശക്തികളോടുള്ള ചോദ്യമാണ് ഈ വേദഭാഗം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. സങ്കീർത്തനം 82-ന്റെ 2 ദൈവം അധികാരികളോട് ചോദിക്കുകയാണ്, അതായത് സാത്താന്യ ശക്തികളോട് ദൈവം ചോദിക്കുകയാണ്, നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. തുടർന്ന് അവരോട് കുറ്റപ്പെടുത്തലിലൂടെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കർത്താവായ യേശുക്രിസ്തു. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പീൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പീൻ, എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പീൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പീൻ എന്നിങ്ങനെ അവർക്കായി ചെയ്യുവാൻ സാധിക്കുന്നതായ നന്മകളെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് അതീവ രഹസ്യമായിട്ടായിരിക്കും. അതുമല്ലെങ്കിൽ അവർ തങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നന്മകൾ ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും രഹസ്യമല്ല. നാം ഈ ഭൂമിയിൽ നടക്കേണ്ടുന്ന വിധം എപ്രകാരമാണ് എന്ന് ദൈവം, എപ്രകാരമായിരിക്കണമെന്ന് ദൈവം
തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്. മീഖയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അതായത് ഈ ഭൂമിയിൽ നാം ന്യായം ചെയ്യണം, മറ്റുള്ളവരോട് ദയ കാണിക്കണം, ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കണം എന്നുമാണ് ഈ വേദഭാഗത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. മാത്രമല്ല, പിതാവിന് നമ്മോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നത് 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ്. 1 യോഹന്നാൻ അതിൻ്റെ 4-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. കർത്താവായ യേശുക്രിസ്തുവിനെ, ഏകജാതനായ പുത്രനെ, പിതാവായ ദൈവം ലോകത്തിലേക്ക് പാപികൾക്ക് വേണ്ടി, പാപികളുടെ രക്ഷയ്ക്കു വേണ്ടി ക്രൂശിലേക്ക്, മരണത്തിലേക്ക് അയച്ചു. ഈ ലോകത്തിലേക്ക് അയച്ചു, ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അയച്ചു. അത് പിതാവിന് നമ്മോടുള്ള ഏറ്റവും വലിയ സ്നേഹമാണ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ ആ ദൈവസ്നേഹം നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നാം എന്താണ്? നമ്മളിൽ ദൈവം വസിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. അപ്പം നാം ദൈവസ്നേഹത്തിൽ എത്രത്തോളം വളരണം എന്നുള്ളതിൻ്റെ ആ ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ആ സ്നേഹം നമ്മളിൽ വളരണം. നമ്മളിലെ ഞാൻ എന്ന ഭാവം കുറയണം. നമ്മളിൽ നിറഞ്ഞു വളർന്നു വരുന്ന ആ തുളുമ്പി നിൽക്കുന്ന ആ ദൈവസ്നേഹം നാം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നമുക്ക് ചുറ്റുമുള്ളവർക്ക് കൂടി ദൈവസ്നേഹത്തിലാക്കണം. നാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ ഭവനങ്ങളിലെ പ്രാർത്ഥനകളിലും നമുക്ക് അവരെ കൂടി ഉൾപ്പെടുത്തുവാൻ സാധിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കും കൂടി നാം അനുഭവത്തിൽ ആക്കി കൊടുക്കണം. തിരുവെഴുത്തുകളിലുടനീളം പ്രവാചകന്മാർ ഊന്നി പറയുന്ന ഒരു വസ്തുതയുണ്ട്: സമൂഹത്തിൽ നീതി നടപ്പാക്കുക എന്ന സത്യം. ഇത് വാസ്തവത്തിൽ ന്യായവിധി കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനവും നീതി സ്ഥാപിക്കുവാനുള്ള ആഹ്വാനവുമാണ്. ഈ ആഹ്വാനം യെശയ്യാ പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാവ് 1:17 പറയുന്നു, തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ എന്ന്. തുടർന്ന് യെശയ്യാവ് പ്രഖ്യാപിക്കുകയാണ് തൻ്റെ 10-ാം അധ്യായത്തിലൂടെ, ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിർമ്മിക്കുന്നവർക്കും അനർത്ഥം എഴുതി വെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. ഇവിടെ യെശയ്യാവ് തൻ്റെ 10-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങളിലൂടെ വിലപിക്കുകയാണ്, കരയുകയാണ്. അനീതി പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ അനീതി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിയമമുണ്ടാക്കുന്ന എഴുതുകാർക്ക് വരെ അത് അയ്യോ കഷ്ടം എന്ന്. അതിന് താഴോട്ട് യെശയ്യാവ് ഏവർക്കുമായി ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തിങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളുമെന്ന്. അതായത് മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുവാനുണ്ട് എന്ന്. ആ സന്ദർശന ദിവസം, അതായത് യഹോവയുടെ ആ സന്ദർശന ദിവസം നമുക്ക് പുകഴുവാൻ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ഇന്ന് നാം നന്മ ചെയ്താൽ അന്ന് ദൈവം നമ്മെ
തുണയ്ക്കും. ഇന്ന് നാം നീതിയെ സ്നേഹിച്ച് ന്യായത്തെ സ്നേഹിച്ച് അവ ചെയ്യുന്നില്ല എങ്കിൽ ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തിങ്കിൽ നമ്മെ സഹായിപ്പാൻ അന്ന് ആരും കാണുകയില്ല. നമ്മുടെ മഹത്വം നമുക്ക് ഒരിടത്തും വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇതേ ദൂത് തന്നെ യിരെമ്യാ പ്രവാചകൻ തൻ്റെ 22-ാം അധ്യായത്തിൽ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ യിരെമ്യാ പ്രവാചകനും പറയുന്നുണ്ട്. വീണ്ടും നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പഠിക്കുമ്പോൾ പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന സദൂക്യരും അന്ന് അവൻ്റെ അടുക്കൽ വന്ന്, ഗുരു, ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ ദേവര വിവാഹം കഴിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചുവല്ലോ. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു. സന്തതി ഇല്ലായ്ക്കയാൽ തൻ്റെ ഭാര്യയെ സഹോദരന് വിട്ടേച്ച് രണ്ടാമത്തവനും മൂന്നാമത്തവനും 7-ാമത്തൻ വരെയും അങ്ങനെ തന്നെ. എല്ലാവരും കഴിഞ്ഞിട്ടൊടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ 7 പേരിൽ ആർക്ക് ഭാര്യയാകും? എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്ക കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്രേ ആകുന്നു. ഇവിടെ അനീതി എന്നത് പഴയ നിയമ പ്രവാചകന്മാരുടെ മാത്രം ആശങ്കയല്ല, ഇത് ക്രിസ്തുവിനും അത്യന്തം ആശങ്കാജനകമാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇവരോടുള്ള മറുപടിയായിട്ട് പറയുന്നത്, കപടഭക്തിക്കാരാ, ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത, ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണമെന്ന്. അപ്പോൾ സദൂക്യർ തൻ്റെ ഒരു സംശയം അവിടെ ചോദിക്കുകയാണ്. 7 പേർക്ക് ഭാര്യയായിരുന്ന ഒരു സ്ത്രീ മരിച്ചു കഴിയുമ്പോൾ പുനരുദ്ധാനത്തിന് ശേഷം ഈ സ്ത്രീ ആർക്ക് ഭാര്യയായി വരും എന്ന് ചോദിക്കുക. അപ്പോൾ യേശുക്രിസ്തു സദൂക്യർ ചോദിച്ച ആ സംശയത്തിൽ ന്യായപ്രമാണത്തിൽ ഘനമുള്ളവയെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് വിലപ്പെട്ടവയെ ത്യജിച്ച് കളഞ്ഞിട്ട് അപ്രധാനമായവയെ നീ എന്തിനു ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് അവിടെ ചോദിക്കുന്നത്. ആ സദൂക്യനത് അതാണ് അവിടെ കാണിക്കുന്നത്. ന്യായപ്രമാണത്തിന് ഘനമായ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് വിലപ്പെട്ടതായ വിശ്വസ്തതയെയും സ്നേഹത്തെയും ഒക്കെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് അപ്രധാനപ്പെട്ടതായ ആ ചില കാര്യങ്ങളെ മാത്രം സദൂക്യൻ അവിടെ ഉയർത്തിക്കാണിക്കുകയാണ്. തിരുവചനത്തെയും തിരുവെഴുത്തുകളെയും അറിയാതെ കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ഘനമില്ലാത്തവയുടെ പിന്നാലെ പോകുന്നു എന്ന് യേശുക്രിസ്തു അവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ആ സമൂഹത്തെ ഓർത്ത് യേശുക്രിസ്തു ചിന്തിക്കുകയാണ്, കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നുവെന്ന്. അതായത് ആവശ്യമുള്ളവയെ ത്യജിച്ച് കളഞ്ഞിട്ട് ആവശ്യമില്ലാത്തവയെക്കുറിച്ച് ഓർത്ത് അവർ വിലപിക്കുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തു അവരെ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വേണ്ടാത്തവയെ ഓർത്ത് വിലപിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ദൈവനീതിയെ കണ്ടില്ല എന്നും ദൈവഹിതത്തെ ത്യജിച്ച് കളയുന്ന ആ മനോഭാവം നമ്മളിൽ നിന്നും മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഈ പാഠഭാഗം പഠിപ്പിക്കുന്നു. കാരണം നാം എല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ന്യായം സ്ഥാപിക്കുവാനാണ്. ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗമായ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ഭാഗത്തിലേക്ക് നാം കടക്കുമ്പോൾ അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ഒരു ന്യായശാസ്ത്രി യേശുവിനോട് ചോദിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ ആര് എന്ന്. ആ ന്യായശാസ്ത്രി ഇത് ചോദിക്കുന്നത് തന്നെ ആ ന്യായശാസ്ത്രിയെ താൻ നീതീകരിക്കുവാൻ ഇച്ഛിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അതും യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് നല്ല ശമരിയക്കാരൻ്റെ ഉപമ പറഞ്ഞു. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. വഴിയിൽ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് അർത്ഥപ്രാണനായ മനുഷ്യനെ സഹായിക്കാൻ അതുവഴി ആദ്യം കടന്നു വന്ന ലേവ്യൻ തയ്യാറാകുന്നില്ല, പിന്നീട് കടന്നു വന്ന പുരോഹിതൻ തയ്യാറാകുന്നില്ല, മൂന്നാമതായി കടന്നു വന്നത് ഒരു ശമരിയക്കാരനായിരുന്നു. ഈ ശമരിയക്കാരൻ തൻ്റെ കയ്യിലിരുന്ന എണ്ണയും വീഞ്ഞും ഒക്കെ കൊണ്ട് അയാൾക്ക് പകർന്നു കൊടുത്ത് അയാളുടെ മുറിവ് കെട്ടിവെച്ചിട്ട് അയാളെ താങ്ങി എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, വഴിയമ്പലത്തിൽ കൊണ്ടാക്കിയിട്ട് അയാളുടെ രക്ഷയ്ക്ക് ആവശ്യമായ തുക കൊടുക്കുന്നു. എന്നിട്ട്
ആ വഴിയമ്പലക്കാരനോട് പറയുന്നുണ്ട്, ഇനിയും കൂടുതൽ എന്തെങ്കിലും ചിലവാക്കപ്പെടുകയാണ് എങ്കിൽ ഞാൻ തിരികെ വരും വഴി തന്നുകൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ യേശു ആ നല്ല ശമര്യക്കാരൻ്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ന്യായത്തെപ്പറ്റി അവിടെ സംസാരിച്ചില്ല. ന്യായത്തെ ഒരു ഉപമയിലൂടെ അവിടെ ആ വ്യക്തിക്ക് അവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ഉപമ കഥയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പക്ഷേ ന്യായത്തെക്കുറിച്ചല്ല അവിടെ യേശുക്രിസ്തു സംസാരിച്ചത്. പകരം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ ന്യായം ചെയ്യുവാനാണ്. ദൈവത്തിൻ്റെ ന്യായം, ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തുവാനാണ്. ന്യായത്തിന് വേണ്ടിയുള്ള വാഞ്ചയുടെ നിറവേറലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ വരവ് തന്നെ. അല്പം കൂടി വ്യക്തമാക്കിയാൽ യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്ന്. ഒന്നാമതായിട്ട് ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനായിരുന്നു, തടവുകാർക്ക് വിടുതൽ നൽകുവാനായിരുന്നു, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനായിരുന്നു, യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനായിരുന്നു, ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനായിരുന്നു. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും അവരുടെ ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും അവരുടെ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു സകല ജാതികളെയും അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പ്രത്യാശയായി അവിടെ മാറി. അധികാരത്തെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും പിടിച്ചെടുത്ത സാത്താന്യ പ്രവൃത്തികളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നുഴഞ്ഞു കയറിയ സാത്താന് എതിരായി യേശു തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പാപത്തിലും അനീതിയിലും അടിച്ചമർത്തലുകളിലും പെട്ടവരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തു തന്നെയും കൂടി എണ്ണപ്പെട്ടു. പാപം ചെയ്യാത്ത, പാപം എന്തെന്നറിയാത്ത ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പാപിയായി മരിച്ചു എന്നതാണ് തിരുവചന സത്യം. അപ്രകാരമുള്ള നാഥനായ യേശു ന്യായം സ്ഥാപിക്കുന്നതിനു വേണ്ടി സ്നേഹത്തിൽ സ്വയം ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ശത്രുവിന്മേൽ ജയം നേടിയെടുത്തത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവൻ ലോകത്തെ നീതിയോടെ വിധിക്കും, ജാതികൾക്ക് നേരോടെ ന്യായപാലനം ചെയ്യും. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ഈ വാക്യം നമുക്കറിയാം, നമുക്കത് പറയുന്നത് യഹോവ ലോകത്തെ നീതിയോടെ വിധിക്കും, അതായത് ജാതികൾക്ക് അവൻ നേരോടെ ന്യായപാലനം ചെയ്യുമെന്നാണ്. പീഡിതന്മാർക്ക് അഭയസ്ഥാനം കർത്താവായ യേശുക്രിസ്തു തന്നെയാണെന്നാണ്. ഈ വാക്യത്തോട് സമമായി നിൽക്കുന്ന മറ്റൊരു വേദഭാഗം കൂടിയുണ്ട്. സങ്കീർത്തനം 146 7 മുതൽ 9 വരെ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരിദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. അതായത് നമുക്ക് ഏവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളാൽ, തൻ്റെ വാക്കുകളാൽ, തൻ്റെ അത്ഭുത ശക്തിയാൽ അനേകരെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ധാരാളം പേർക്ക് ആശ്വാസമേകി. അങ്ങനെ അനേകം അത്ഭുത പ്രവർത്തികൾ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്തു. അങ്ങനെ അനേകർ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നവരായി മാറി. ഇന്ന് നമുക്ക് ചുറ്റും കഷ്ടത നേരിടുന്നവരുണ്ട്. നാം അവരെ അറിയുന്നില്ല എങ്കിലും നാം അവരെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാകുന്നു, ആശ്വസിപ്പിക്കേണ്ടതാകുന്നു. മുറിവേറ്റവർക്ക് നമ്മുടെ സഹായം വളരെ അതിശയകരമായി അവർക്ക് തന്നെ അനുഭവപ്പെടും. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ പീഡിതരെ സഹായിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. രോഗബാധിതർക്കായി പ്രാർത്ഥിപ്പാനെങ്കിലും നമുക്ക് കഴിയട്ടെ. ദരിദ്രർക്ക് ന്യായം പാലിക്കുവാനും അനാഥർക്കൊരു കൈത്താങ്ങാകുവാനും ഈ പാഠഭാഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭാഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ നല്ല സുദിനത്തിൽ കർത്താവെ നല്ലൊരു പാഠഭാഗം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച. അങ്ങ് കാണിച്ചു തന്ന മാതൃക അടിയങ്ങളുടെ ജീവിതത്തിലും കർത്താവെ അനുകരിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ദരിദ്രരെ സഹായിക്കുവാൻ, അനാഥർക്ക് തുണയാകുവാൻ, പീഡിതരെ കർത്താവെ സഹായിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ ഒക്കെയും അടിയങ്ങൾക്ക് മനസ്സ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സ്തോത്രം. അങ്ങയുടെ മുഖം നോക്കി കർത്താവെ നന്മകൾ ചെയ്യുവാൻ, നന്മകളെ ന്യായം പാലിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഈ പാഠഭാഗം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച.
സ്തോത്രം. പാഠം കേട്ട എല്ലാ ദൈവജനത്തെയും കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പച്ച. അവരോടുകൂടി അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച. സ്തോത്രം. പാഠം പഠിപ്പിച്ച അടിയനെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ സ്തോത്രം, അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് തന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പച്ച. സ്തോത്രം. നല്ലൊരു പാഠപഠനം അടിയങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.